എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത ഹരി. ഇന്നലെ നമ്മൾ മംഗളസ്തോത്ര രത്നാവലി എന്ന് പറയുന്ന ഈ ബുക്കിൽ നിന്നും 72ാമത്തെ പേജിലെ ശ്രീമദ് ഭാഗവത് ഗോപാല മന്ത്രങ്ങളിൽ ആയുർ ഗോപാലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് സന്താന ഗോപാലം നോക്കാം. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേ തനയം കൃഷ്ണ ത്വമഹം ശരണം ഗത എന്നാണ്. ഇന്നലെ ആയുർ ഗോപാലം പറഞ്ഞു തന്നപ്പോൾ ആ വീഡിയോന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു, ഇത് സന്താന ഗോപാലല്ലേ എന്ന് ചോദിച്ചിട്ട്. അല്ല കേട്ടോ, സന്താന ഗോപാലും ആയുർ ഗോപാലും തമ്മിൽ ഒരൊറ്റ വേർഡിന്റെ വ്യത്യാസമാണ്. ആയുർ ഗോപാലം എങ്ങനെയാ വരണത്? ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേ ശരണം കൃഷ്ണ ത്വമഹം ശരണം ഗത. ശരണം കൃഷ്ണ എന്നാണ്. സന്താന ഗോപാലാണെങ്കിൽ തനയം കൃഷ്ണ എന്നാണ്. ഈ സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നതുകൊണ്ട് സൽസന്താന ലബ്ധിയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ജപിച്ചോളൂ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. വൈശാഖ മാസമാണ്. കൂടുതൽ നാമം ജപിക്കുക, ഗുരുവായൂരപ്പനിലേക്ക് കൂടുതൽ അടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഉപാസിക്കുന്ന മൂർത്തിയിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഈ ഒരു കലികാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.